അള്ളാഹിനെ പരിചയപ്പെടുത്തുകയാണ്. ആരാണ് അല്ലാഹ്? ഗാഫിറുദ് ദംബ്, അവൻ പാപങ്ങളെ പുറത്തു കൊടുക്കുന്നവനാണ്. വഖാബിലിത് തൗബി, അടിയാറുകളുടെ തൗബ സ്വീകരിക്കുന്നവനാണ്. നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, നിങ്ങൾ എന്ത് കുറ്റങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അല്ലാഹുവിലേക്ക് തിരിഞ്ഞ്, പരിശുദ്ധ കഅബയിലേക്ക്, ഖിബലയിലേക്ക് തിരിഞ്ഞ്, ആകാശലോകത്തേക്ക് കൈകൾ ഉയർത്തി റബ്ബിനോട് ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറയാൻ ആരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തവരാണെങ്കിലും, നിങ്ങൾ ശിർക്ക് ചെയ്തവരാണോ, തൗബ ചെയ്യാൻ റെഡിയുണ്ടെങ്കിൽ നിങ്ങളുടെ റബ്ബ് ഏറ്റവും വലിയ പാതകമെന്ന് ദീൻ പഠിപ്പിച്ചിട്ടുള്ള, തിന്മകളുടെ മാതാവ് എന്ന് പരിചയപ്പെടുത്തിയ ആ ശിർക്കിന്റെ കറ നിങ്ങളുടെ കിതാബിൽ നിന്ന് പടച്ചതമ്പുരാൻ മായ്ച്ചു കളയും. അല്ലാഹു നിങ്ങൾ അതിന്റെ പേരിൽ ശിക്ഷിക്കില്ല. തൗബ ചെയ്യാൻ റെഡിയാവണം. നിങ്ങൾ കൊലപാതകം ചെയ്തവനാണോ, നിങ്ങൾ വ്യഭിചരിച്ചവനാണോ, നിങ്ങൾ കള്ളു കുടിച്ചവരാണോ, നിങ്ങൾ ഹറാമുകൾ പ്രവർത്തിച്ചവരാണോ, എന്ത് തന്നെയാണെങ്കിലും അതേ പടച്ച റബ്ബിനോട് ഏറ്റുപറയാൻ സന്നദ്ധതയുള്ള ഏതൊരാൾക്കും മാപ്പ് തരും, അവൻ എനിക്ക് പുറത്തു തരും. 4 ഖലീഫമാർ പ്രവാചകന്റെ മരണത്തിനു ശേഷം ഇസ്ലാമിക ഭരണത്തിന്റെ ചെങ്കോലേറ്റെടുത്ത് ഏതാണ്ട് 30 വർഷത്തോളം ഖിലാഫത്ത് നടത്തിയ 4 ഖലീഫമാർ: അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഈ മഹാന്മാരായ സ്വഹാബത്ത് ഒരു ദിവസം ഒരു മജ്ലിസിൽ, ഒരു സ്ഥലത്ത് ഒരുമിച്ചിരിക്കുകയാണ്. ഒരുമിച്ചിരുന്നിട്ട് അവർ ചർച്ച ചെയ്യുന്ന വിഷയം എന്തെന്നറിയുമോ? അബൂബക്കർ ഉമറിനോട് ചോദിക്കുകയാണ്, ഉമർ ഉസ്മാനിനോട് ചോദിക്കുകയാണ്, ഉസ്മാൻ അലിയിനോട് ചോദിക്കുകയാണ്. റളിയല്ലാഹു അൻ കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ. എന്താ ചോദ്യം എന്നറിയുമോ? അവരുടെ ചോദ്യം, അല്ലാഹുവിന്റെ ഖുർആനിൽ ഏറ്റവും കൂടുതൽ നിനക്ക് പ്രതീക്ഷ നൽകുന്ന ഒരായത്ത് ഏത് എന്നാണ് അവരുടെ ചോദ്യം. ഏതാണ് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ നിനക്ക് പ്രതീക്ഷ നൽകുന്ന ആയത്ത്? ഇതാണ് അവരുടെ ചോദ്യം. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു ചോദ്യം 6236 വചനങ്ങളുള്ള, 114 സൂറത്തുകളുള്ള, 30 ജുസ് ഉള്ള വിശുദ്ധ ഖുർആൻ എത്രയോ തവണ ഞാനും നിങ്ങളും ആവർത്തിച്ച് ഓതി തീർത്തിട്ടുള്ള ഈ വിശുദ്ധ ഖുർആൻ, ഈ ഖുർആനിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും നാളെ പരലോകത്ത് ജീവിതത്തിൽ റബ്ബേൽപ്പിച്ചിട്ടുള്ള ഈ ഉത്തരവാദിത്വങ്ങളൊക്കെ, ഇതൊക്കെ അവസാനിപ്പിച്ച് അവന്റെ മുന്നിലേക്ക് നാം മടക്കപ്പെട്ട് അവന്റെ മുന്നിൽ നിർത്തപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അവന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഒരായത്ത് ഈ ഖുർആനിൽ ഏത് എന്ന് നമ്മുടെ വിഷയത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരായത്ത് അല്ലാഹുവിന്റെ ഖുർആനിൽ നമുക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുന്നത് ഈ ഖുർആനിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? കാണുന്ന നമ്മൾ അബൂബക്കർ സിദ്ദീഖിന് അറിയാമായിരുന്നു അബൂബക്കറിന് രക്ഷപ്പെടാൻ നാളെ പരലോകത്ത് റബ്ബ് പറയുന്ന അവന്റെ ഒരു സന്ദേശം വിശുദ്ധ ഖുർആനിൽ ഉമറിനുണ്ടായിരുന്നു. എന്റെ തെറ്റുകളും എന്റെ കുറ്റങ്ങളും എന്റെ റബ്ബ് എനിക്ക് മാപ്പാക്കി തന്ന് അവന്റെ കാരുണ്യത്തിൽ എന്നെ ചേർക്കുന്ന ഒരു നാളിനെ കുറിച്ച് ഈ ഖുർആനിൽ പറഞ്ഞത് ഉമറിന്റെ കയ്യിൽ ഒരു വചനാമൃതമായി, ഒരു ദൈവിക ആയത്തായി ഉമറിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അലി ഇബ്നു അബീ ത്വാലിബിനും ഖുർആനിൽ നിന്ന് ഓതാനുണ്ടായിരുന്നു, എന്റെ റബ്ബ്, ഞങ്ങളുടെ റബ്ബ് ഞങ്ങളെ പരലോകത്ത് കൈവിടില്ല, അത്ര വലിയ കാരുണ്യത്തിന്റെ, അത്ര വലിയ കരുണാമയനാണ് എന്റെ റബ്ബ് എന്ന് ഖുർആനിൽ നിന്ന് അവർ റബ്ബിനെ കുറിച്ച് അവർ പഠിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അവരെ തേടിയെത്തിയ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ആ റബ്ബിനെ വിട്ട് വേറൊരാളിലേക്കും അവർ തിരിഞ്ഞതില്ല, വേറൊരാളിലേക്കും അവർ മറഞ്ഞതില്ല. അവരുടെ കൈകൾ അല്ലാഹു അല്ലാത്തവരിലേക്ക് ഒരിക്കലും നീണ്ടതില്ല. അവരുടെ പ്രതീക്ഷകൾ പടച്ചതമ്പുരാനല്ലാത്തവരിലേക്ക്, മറ്റൊരു സ്ഥലങ്ങളിലേക്ക്, അത് മരിച്ചവരായാലും ശരി, അത് മഖാമുകളിൽ അടക്കം ചെയ്യപ്പെട്ടവരാണെങ്കിലും ശരി, അത് മൺമറഞ്ഞു പോയവരാണെങ്കിലും ശരി, അത് കൺമറഞ്ഞു പോയവരാണെങ്കിലും ശരി, അത്തരം ആളുകളിലേക്ക് ഈ നേതാക്കന്മാർ ജീവിതത്തിൽ ഒരിക്കലും തിരിഞ്ഞിട്ടില്ല. നമ്മുടെ നേതാക്കന്മാർ ഇവരെയാണ് നമ്മൾ വായിക്കേണ്ടത്, ഇവരെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു താൻ ഖുർആനിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ കണ്ടെത്തിയ ആയത്ത്, പലപ്പോഴും എന്റെയും നിങ്ങളുടെയും പാരായണത്തിൽ ആ ആയത്ത് കടന്നുപോയിട്ടുണ്ടാകും. ആ ആയത്തിന് അങ്ങനെ ഒരു അർത്ഥം, ആ ആയത്തിന് അങ്ങനെ ഒരു ആശയം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. സൂറത്തു ഇസ്രായിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതാൻ, ഖുൽ കുല്ലുൻ യഅമലു അലാ ശാകിലതി ഫറബ്ബുകും അഅലമു ബിമൻ ഹുവ അഹ്ദാ സബീലാ.
ഖുൽ കുല്ലു യഅമലു അലാ ശാകിലതിഹി ഫറബ്ബുകും അഅലമു ബിമൻ ഹുവ അഹ്ദാ സബീല. ഇതാണ് വിശുദ്ധ ഖുർആനിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന ഏറ്റവും ശ്രേഷ്ഠനായ സ്വഹാബി നാളെ പരലോകത്തിന്റെ വിഷയത്തിൽ അബൂബക്കർ ഖുർആനിൽ കണ്ട ആയത്ത്. അവൾ കണ്ടിട്ടുണ്ട് ഈ ആയത്ത്. എന്താ ആയത്തിന്റെ അർത്ഥം? ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് അവരവരുടെ കഴിവിനനുസരിച്ചാണ്. അബൂബക്കറിന് നാളെ പരലോകത്തിന്റെ വിഷയത്തിലുള്ള പ്രതീക്ഷയുള്ള ആയത്താണ്. അല്ലാഹു ആരെയും കഴിവിനപ്പുറം നിർബന്ധിക്കുന്നില്ല. അള്ളാഹു ഓരോരുത്തരോടും പറയുന്നത് നിങ്ങൾക്ക് എത്ര അള്ളാഹനെ സൂക്ഷിക്കാൻ കഴിയുമോ നിങ്ങൾ അത്ര അള്ളാഹനെ സൂക്ഷിച്ചാൽ മതി. ഫത്തഖുല്ലാഹ മസ്തതഅതും, കഴിവിന്റെ പരമാവധി നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഒരാൾക്കും കഴിവിനപ്പുറം ഒരാളെയും അള്ളാഹു നിർബന്ധിക്കുന്നില്ല. ഖുൽ കുല്ലു യഅമലു അലാ ശാകിലതി, ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് അവരവരുടെ കഴിവിനനുസരിച്ച. ഫറബ്ബുകും അഅലമു ബിമൻ ഹുവ അഹ്ദാ സബീല, തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് അറിയുന്നുണ്ട് ആരാണ് ഏറ്റവും നേരായ മാർഗത്തിൽ ആവുന്നത്ര സഞ്ചരിക്കുന്നത് എന്ന്. അതേ പ്രിയമുള്ളവരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇസ്രായിലെ ഈ ആയത്ത് ഏറ്റവും നല്ല പ്രതീക്ഷയുള്ള ആയത്ത് എന്ന് പറയുമ്പോ ഉമറിനോട് ചോദിക്കുകയാണ്, ഉമറേ, നീ അറിഞ്ഞ ഖുർആനിൽ, നീ കണ്ട ഖുർആനിൽ, നീ പഠിച്ച ഖുർആനിൽ നാളെ പരലോകത്ത് നിനക്ക് രക്ഷപ്പെടാൻ നീ നിന്റെ റബ്ബിൽ നിന്ന് കാരുണ്യമായി പ്രതീക്ഷിക്കുന്ന ഖുർആനിലെ ഒരു ആയത്ത് നീ ഒന്ന് എനിക്ക് ഓതിത്തരുമോ? അബൂബക്കറിന്റെ ചോദ്യത്തിന് ഉമർ റളിയല്ലാഹു അൻഹു ഓതിക്കൊടുക്കുകയാണ് സൂറത്തു ഗാഫിർ. ആ ഗാഫിർ സൂറത്തിന്റെ തുടക്കത്തിൽ ഒരു ആയത്തുണ്ട്, ഗാഫിരിദ് ദംബി വഖാബിലിത് തൗബി ശദീദിൽ ഇഖാബ്. ഉമർ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ അബൂബക്കറിന്റെയും ഉമറിന്റെയും സ്ഥാനവും മഹത്വവും അവരുടെ ചരിത്രവും എത്രയോ തവണ കേട്ടവരാണ് നാം. പ്രിയമുള്ളവരെ, അടിമുടി വായിച്ചവരായിരുന്നവർ ഖുർആനിനെ, അവർ മനസ്സിലാക്കിയവരായിരുന്ന ഖുർആനിനെ, ആ ഖുർആനിന്റെ അർത്ഥവും ആശയവും അവരുടെ മനസ്സിന്റെ ഉള്ളുകളിൽ എപ്പോഴും തളം കെട്ടി നിന്നിരുന്നു. അവരിൽ ചിലർ ചില ആയത്തുകള് മനസ്സിലവർ കോറിയിട്ടിരുന്നു. ഈ ആയത്ത് നാളെ പരലോകത്ത് എനിക്ക് രക്ഷപ്പെടാൻ ഈ ആയത്ത് മതി. ആ ആയത്തിൽ അല്ലാഹ് പരിചയപ്പെടുത്തുന്നത് ഗാഫിരിദ് ദംബി, അള്ളാഹനെ പരിചയപ്പെടുത്തുകയാണ്. ആരാണ് അല്ലാഹ്? ഗാഫിറുദ് ദംബ്, അവൻ പാപങ്ങളെ പുറത്തു കൊടുക്കുന്നവനാണ്. വഖാബിലിത് തൗബി, അടിയാറുകളുടെ തൗബ സ്വീകരിക്കുന്നവനാണ്. നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, നിങ്ങൾ എന്ത് കുറ്റങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അല്ലാഹുവിലേക്ക് തിരിഞ്ഞ്, പരിശുദ്ധ കഅബയിലേക്ക്, ഖിബലയിലേക്ക് തിരിഞ്ഞ്, ആകാശലോകത്തേക്ക് കൈകൾ ഉയർത്തി റബ്ബിനോട് ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറയാൻ ആരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തവരാണെങ്കിലും, നിങ്ങൾ ശിർക്ക് ചെയ്തവരാണോ, തൗബ ചെയ്യാൻ റെഡിയുണ്ടെങ്കിൽ നിങ്ങളുടെ റബ്ബ് ഏറ്റവും വലിയ പാതകമെന്ന് ദീൻ പഠിപ്പിച്ചിട്ടുള്ള, തിന്മകളുടെ മാതാവ് എന്ന് പരിചയപ്പെടുത്തിയ ആ ശിർക്കിന്റെ കറ നിങ്ങളുടെ കിതാബിൽ നിന്ന് പടച്ചതമ്പുരാൻ മായ്ച്ചു കളയും. അല്ലാഹു നിങ്ങൾ അതിന്റെ പേരിൽ ശിക്ഷിക്കില്ല. തൗബ ചെയ്യാൻ റെഡിയാവണം. നിങ്ങൾ കൊലപാതകം ചെയ്തവനാണോ, നിങ്ങൾ വ്യഭിചരിച്ചവനാണോ, നിങ്ങൾ കള്ളു കുടിച്ചവരാണോ, നിങ്ങൾ ഹറാമുകൾ പ്രവർത്തിച്ചവരാണോ, എന്ത് തന്നെയാണെങ്കിലും അതേ പടച്ച റബ്ബിനോട് ഏറ്റുപറയാൻ സന്നദ്ധതയുള്ള ഏതൊരാൾക്കും ഉമർ റളിയല്ലാഹു അൻഹുവിന് പ്രതീക്ഷയുള്ള ആയത്താണ്. ആരാണ് ഉമർ എന്ന് ചരിത്രത്തിൽ നാം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള ഉമറിന്റെ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതെ, അതുകൊണ്ട് തന്നെയാണ് ആ ഉമർ തന്റെ രാത്രിയെ മൂന്നായി ഭാഗിച്ച്, മൂന്നിലൊരു ഭാഗം കുടുംബത്തിന്, മൂന്നിൽ മറ്റൊരു ഭാഗം തന്റെ സൃഷ്ടിച്ച രക്ഷിതാവിന്, മൂന്നിൽ മറ്റൊരു ഭാഗം തന്റെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ടുള്ള പ്രജകൾക്കു വേണ്ടി ഉമർ മാറ്റിവെച്ച് പാതിരാവിന്റെ പാതിയിൽ പാതിയടഞ്ഞ കണ്ണുമായി പടച്ചതമ്പുരാനോട് ദുആ ചെയ്യുന്ന ഉമറിന്റെ ചരിത്രം, കരഞ്ഞുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ പ്രാർത്ഥിക്കുന്ന ഉമറിന്റെ ചിത്രം ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഉമർ പറയാ, എനിക്ക് പ്രതീക്ഷയുണ്ട്, എന്റെ റബ്ബ് പരലോകത്ത് എന്നെ ശിക്ഷിക്കില്ല, അവൻ എനിക്ക് മാപ്പ് തരും, അവൻ എനിക്ക് പുറത്തു തരും. കാരണം ഖുർആനിൽ സൂറത്തു ഗാഫിറിൽ അല്ലാഹ് പറഞ്ഞത് ഗാഫിരിദ് ദംബി വഖാബിലിത് തൗബി, ഈ രണ്ട് മഹത്തായ നന്മകൾ റബ്ബിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് പിന്നീടാണ് അല്ലാഹ് പറഞ്ഞത് ശദീദിൽ ഇഖാബ്, അവൻ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന്.
ഞാൻ സൂചിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൽ നിന്ന് ധാരാളമായി അതിനെ അടുത്ത് അറിഞ്ഞ് ആ ഖുർആനിന്റെ ആശയങ്ങളും ആദർശങ്ങളും മനസ്സിലാക്കി ജീവിതത്തിൽ നമ്മളെയൊക്കെ റബ്ബ് ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ അതിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മുടെ മുൻഗാമികൾ ചിട്ടപ്പെടുത്തിയതുപോലെ ചിട്ടപ്പെടുത്താൻ ആര് നമ്മുടെ കൂട്ടത്തിൽ ഒരുക്കമുണ്ടോ, നമ്മളൊക്കെ ആശിക്കുന്ന സന്തോഷം, നമ്മളൊക്കെ കൊതിക്കുന്ന സമാധാനം തീർച്ചയായും നമ്മുടെ കുടുംബങ്ങളിലേക്കും വീടകങ്ങളിലേക്കും കടന്നു വരിക തന്നെ ചെയ്യും. കാരണം അത്ര ബറക്കത്താക്കപ്പെട്ട ഗ്രന്ഥമാണ് അല്ലാഹ് നമുക്ക് ഇറക്കി തന്നിട്ടുള്ള ഈ ഖുർആൻ. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ. അല്ലാഹു നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഈ ഗ്രന്ഥം അത്ര ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. സകല പൈശാചികതകളെയും ദൂരത്താക്കുന്ന, സകല പ്രശ്നങ്ങളുടെയും പരിഹാരം നിർദ്ദേശിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമാണ് അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ആ ഗ്രന്ഥത്തെ അറിയാൻ, ആ ഗ്രന്ഥത്തെ അടുക്കാൻ, ആ ഗ്രന്ഥത്തെ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്താത്തതാണ് ഏറ്റവും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിവേര് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ അവിടുന്ന് ഒരു ശ്രമം നടത്തി നോക്കി. വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിന്റെ വഴിയിൽ നമ്മൾ നമുക്ക് കഴിയുന്ന, നമുക്ക് പറ്റുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ എളിയ ശ്രമങ്ങൾ നമ്മൾ നടത്തി നോക്കി സന്തോഷങ്ങൾ നമ്മളെ തേടിയെത്തുന്നത് തീർച്ചയായും നമുക്ക് കാണാൻ കഴിയും. സമാധാനം അനുഭവിക്കുന്ന കുടുംബകങ്ങളായി നമ്മുടെ വീടുകൾ മാറുന്നത് തീർച്ചയായും നമുക്ക് കാണാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹു സൂറത്തു ഗാഫിറിൽ നിന്ന് ഇങ്ങനെ ഒരു ആയത്ത് ഓതുമ്പോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബി, അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു ഓതാൻ ഒരായത്ത്. ഏറ്റവും പ്രതീക്ഷയുള്ള റബ്ബിന്റെ വിഷയത്തിൽ ഏറ്റവും സമാധാനം കിട്ടുന്ന ഖുർആനിലെ ഒരായത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഓതാൻ സൂറത്തു ഹിജ്റിൽ നിന്ന്, സൂറത്തു ഇസ്രായിൽ നിന്ന് അബൂബക്കർ ഓതിയപ്പോ, സൂറത്തു ഗാഫിറിൽ നിന്ന് ഉമർ ഓതിയപ്പോ, സൂറത്തു ഹിജ്റിൽ നിന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഓതാൻ നബ്ബിഹ് ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. നബ്ബിഹ് ഇബാദി, എന്റെ അടിമകളോട് വിവരമറിയിക്കണം നബിയെ, അന്നി, തീർച്ചയായും ഞാൻ, അനൽ ഗഫൂറുർ റഹീം, ഞാൻ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനും ഞാൻ അവരോട് കരുണ കാണിക്കുന്നവനുമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാൻ, എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ആയത്താണ് സൂറത്തു ഹിജ്റിലെ ഈ ആയത്ത്. നമ്മളൊക്കെ എത്രയോ തവണ കേട്ടിട്ടുണ്ട്. ഒരു പ്രതീക്ഷ നമുക്ക് കിട്ടിയിട്ടില്ല, ഒരു സന്തോഷം നമുക്ക് കിട്ടിയിട്ടില്ല. ഖുർആനിനെ ആ അർത്ഥത്തിൽ കൂടുതൽ അറിയാൻ, അടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അല്ലാഹു ഗഫൂറും റഹീമുമാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അല്ലാഹ് പറഞ്ഞത് വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, തീർച്ചയായും എന്റെ ശിക്ഷ അത് കഠോരമാണ്. അവന്റെ റഹ്മത്തിനെ അറിയിച്ചു, അവന്റെ മഗ്ഫിറത്തിനെ അറിയിച്ചു. രണ്ട് നന്മകൾ പറഞ്ഞതിന് ശേഷമാണ് അവന്റെ ശിക്ഷയെ കുറിച്ച് അല്ലാഹ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട്, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരും, എന്റെ റബ്ബ് എനിക്ക് മാപ്പാക്കി തരും, എന്റെ റബ്ബ് അവന്റെ കാരുണ്യത്തിൽ എന്നെ ചേർക്കും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഓതുമ്പോ അലിയും പറയുന്നു, അലിയാർ തങ്ങളും പറയുന്നു, എനിക്ക് ഖുർആനിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയ ആയത്ത്. എത്രയോ കൊല്ലമായി നമ്മൾ ഖുർആൻ ഓതുന്നു, എത്രയോ കൊല്ലമായി ഖുർആൻ ക്ലാസുകളിൽ നമ്മൾ പങ്കെടുക്കുന്നു, എത്രയോ സൂറത്തുകളെ കുറിച്ചും ആയത്തുകളെ കുറിച്ചും നമുക്കറിയാം. പക്ഷേ പ്രിയമുള്ളവരെ, ഈ ആയത്തുകൾ നോക്കൂ, പലപ്പോഴും നമ്മുടെ ശ്രദ്ധയെ തൊട്ടുണർത്തിയ ആയത്തുകളാണ് ഈ ആയത്തുകൾ. ഈ ആയത്തുകൾ നമ്മുടെ മഹാരഥന്മാരായ ദീനിന്റെ മുൻഗാമികളായ നേതാക്കന്മാർക്ക് വലിയ വലിയ പ്രതീക്ഷകൾ നൽകിയ ആയത്താണ്. അലിയാർ തങ്ങൾ ഓതിയ ആയത്ത് സൂറത്തു സുമറിൽ നിന്നുള്ള ആയത്താണ്. സൂറത്തു സുമറിൽ ഒരു ആയത്ത് ഓതിയിട്ട് അലി പറയാൻ, എനിക്ക് പ്രതീക്ഷയുണ്ട്, എന്റെ റബ്ബ് എനിക്ക് നാളെ പരലോകത്ത് എന്റെ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കി തരും, എന്നോട് അവൻ കരുണ കാണിക്കും, അവന്റെ റഹ്മത്തിൽ എന്നെ ചേർക്കും. ഏതായത്ത് അലിയാർ തങ്ങൾ ഓതിയത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീആ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സൂറത്തു സുമറിലെ ആയത്ത് അലിയാർ തങ്ങൾ ഓതാൻ. ഖുൽ, പറയൂ പ്രവാചകരെ, എന്റെ അടിമകളോട് പറയണം. എങ്ങനെയുള്ള അടിമകൾ? സ്വന്തം ശരീരത്തോട് കണക്കിലധികം തെറ്റ് ചെയ്തിട്ടുള്ള എന്റെ അടിമകൾ,
പാപഭംഗിലമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന, തെറ്റുകളിലും കുറ്റങ്ങളിലും അബദ്ധസഞ്ചാരം നടത്തുന്ന എന്റെ അടിയാറുകളോട്, അവരോട് പറയണം, നിസ്കരിക്കുന്ന നോമ്പ് നോക്കുന്ന നല്ല തഖ്വയുള്ള ദാസന്മാരോടല്ല, തെറ്റുകളും കുറ്റങ്ങളും ഏറെ ചെയ്തു പോയിട്ടുള്ള പാപികളായ ആളുകളോട്, അങ്ങനെയുള്ള അടിമകളോട് പറയണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ ആരും അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ ആശ മുറിയരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ, അല്ലാഹ് എല്ലാ പാപങ്ങളും പൊറുത്തു തരുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവനാ അടിമകൾക്ക് ഏറെ പൊറുക്കുന്നവനും അടിയാറുകളോട് ഏറെ കരുണ കാണിക്കുന്നവനുമാണ്. അലിയാർ തങ്ങൾക്ക് ഏറ്റവും ഖുർആനിൽ പ്രതീക്ഷയുള്ള ആയത്ത് ഇതായിരുന്നു. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ അറിയപ്പെട്ടു? എന്തുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കേൾക്കുമ്പോൾ നമ്മുടെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു? എന്തുകൊണ്ട് അബൂബക്കർ സിദ്ദീഖിന് ദുനിയാവിൽ ഇത്ര വലിയ ദീനിൽ സ്ഥാനം കിട്ടി? എന്തുകൊണ്ട് നാളെ ആഖിറത്തിൽ അബൂബക്കറിന് വലിയ വലിയ സ്ഥാനങ്ങൾ കിട്ടുന്നു? ഒറ്റ ചോദ്യമുള്ളൂ, ഖുർആൻ പഠിച്ചു എന്നാണ്. ഖുർആൻ പഠിച്ചു, ഖുർആൻ അനുസരിച്ച് ജീവിച്ചു, ഖുർആൻ അനുസരിച്ച് ഏറ്റെടുത്ത ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചു. ഖുർആൻ പഠിച്ചപ്പോ അബൂബക്കർ ധന്യനായി. അബൂബക്കർ ദുനിയാവിലും ആദരിക്കപ്പെട്ടു. അബൂബക്കറിന് നാളെ പരലോകത്തും വലിയ വലിയ ആദരവുള്ള സ്ഥാനങ്ങൾ നാളെ പരലോകത്ത് അല്ലാഹു കൊടുക്കും. ദുനിയാവിൽ അബൂബക്കർ സിദ്ദീഖിന് കൊടുത്ത സ്ഥാനം ചരിത്രങ്ങൾ വായിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി നിൽക്കുന്ന മിമ്പർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി നിൽക്കുന്ന മിഹ്റാബ്, മദീനത്തെ മസ്ജിദുൻ നബവിയുടെ മിമ്പറും മിഹ്റാബും ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്ഥാനമാണത്. ലോക മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ദിശാകേന്ദ്രമായ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ നബിതങ്ങൾ മരിക്കുന്നതിനു മുമ്പ്, നബിതങ്ങൾ രോഗബാധിതനായപ്പോ റസൂല് കയറി നിന്ന മിഹ്റാബിൽ കയറി ആളുകൾക്ക് ഇമാമത്ത് നിന്ന് നിസ്കരിച്ചതാര്? ആ ചോദ്യത്തിന് അബൂബക്കർ സിദ്ദീഖ് എന്നാണ് ഉത്തരം. എന്തുകൊണ്ട്? അതിന്റെ ഉത്തരവും ഖുർആൻ പഠിച്ചു, ഖുർആൻ മനസ്സിലാക്കി എന്നതുകൊണ്ട്, വേറെ ഒന്നുമില്ല. അബൂബക്കറിന് വേറെ ഒരു പ്രത്യേകതയുമില്ല. അബൂബക്കറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അബൂബക്കറിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി, വിശുദ്ധ ഖുർആൻ നന്നായി അറിയുന്ന ആളായിരുന്നു ഖുർആൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ കണ്ണുനീരോടുകൂടിയല്ലാതെ അല്ലാഹുവിന്റെ ഖുർആനിന്റെ വചനങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതാറില്ല. ആ മിഹ്റാബിലേക്ക് ഇമാമത്ത് നിൽക്കാൻ കയറി വരാൻ കഴിയാത്ത അല്ലാഹുവിന്റെ റസൂൽ അബൂബക്കറിന്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹ, തന്റെ പ്രിയപ്പെട്ടവൾ, അവളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആയിഷ മുറു അബൂബക്കറിൻ അൻ യുസല്ലിയ ബിന്നാസ്, ജനങ്ങൾക്ക് ഇമാമത്ത് നിന്ന് നിസ്കരിക്കാൻ നിന്റെ വാപ്പ അബൂബക്കറിനോട് പറയണം, കൽപ്പിക്കണം. മകൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, വേണ്ട റസൂലേ, എന്റെ ബാപ്പയെ അങ്ങ് ആ സ്ഥാനത്തേക്ക് നിർബന്ധിക്കരുത്. എന്താ മോളെ പ്രശ്നം? എന്താ നിന്റെ ബാപ്പാക്ക് ആ മിഹ്റാബിലേക്ക് കയറാൻ തടസ്സം? മകൾ പറഞ്ഞ തടസ്സം ഭൗതികമായ മറ്റു തടസ്സങ്ങളൊന്നായിരുന്നില്ല. മകൾ ബാപ്പാനെ കുറിച്ച് പറയുന്ന ഏറ്റവും നല്ല ഒരു മകൾ, ഏറ്റവും നല്ല ഒരു ബാപ്പാക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രവാചകരെ, എന്റെ ബാപ്പ ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ കരയുന്നവനാണ് എന്റെ ബാപ്പ. ഖുർആനിന്റെ അർത്ഥവും ഖുർആനിന്റെ ആശയവും എന്റെ ബാപ്പയുടെ കണ്ണുകളെ നനയിപ്പിക്കും, എന്റെ ബാപ്പയുടെ കണ്ടത്തെ ഇടറിപ്പിക്കും. എന്റെ ബാപ്പ അങ്ങനെ ഒരവസ്ഥയിൽ ആളുകൾക്ക് ഇമാമത്ത് നിന്നാൽ ആ ജമാഅത്ത് നമസ്കാരം അതൊരു ഫിത്നയിൽ, ഒരു ഫസാദിലാവും. ഇമാമ നിൽക്കുന്ന ആള് തന്നെ അങ്ങനെ നിയന്ത്രണമില്ലാതെ കരയുന്ന അവസ്ഥയുണ്ടായാൽ അതുകൊണ്ട് എന്റെ ബാപ്പയെ ആ സ്ഥാനത്ത് നിന്ന് അങ്ങ് ഒഴിവാക്കണം. വിട്ടില്ല അല്ലാഹുവിന്റെ റസൂല്, നിർബന്ധിച്ചു. ഇതെന്റെ കൽപ്പനയാണ്, ഇതെന്റെ നിർദ്ദേശമാണ്. അബൂബക്കറിനോട് പറ ആ ഇമാമത്ത് ആ സ്ഥാനത്തേക്ക് കയറി നിൽക്കാൻ. അതേ പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ റസൂല് കയറി നിന്ന മിഹ്റാബിലേക്ക് അബൂബക്കറിനെ കയറ്റിയ ഏറ്റവും വലിയ ഒരു സ്ഥാനം, അത് ചില്ലറ സ്ഥാനമൊന്നുമല്ല. ഒരു റസൂല് കയറി നിന്ന സ്ഥലത്ത് ആ റസൂല് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കയറാൻ കഴിയുക എന്ന് പറയുന്നത് അത് വലിയൊരു സ്ഥാനമാണ്. എന്തുകൊണ്ട് കിട്ടി? ഖുർആൻ പഠിച്ചപ്പോ. എന്തുകൊണ്ട് ചരിത്രത്തിൽ അബൂബക്കർ അറിയപ്പെട്ടു? ഖുർആൻ പഠിച്ചപ്പോ. വേറൊന്നുമില്ല. അബൂബക്കറിന് വേറെ പ്രത്യേകത ഒന്നുമില്ല. ഖുർആൻ ആഴത്തിൽ അറിയുന്ന ആളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമ്മളെയും തേടിയെത്തും,
ദുനിയാവിൽ സ്ഥാനങ്ങൾ നമ്മളെയും തേടിയെത്തും, ദുനിയാവിൽ നന്മകൾ നമ്മളെയും തേടിയെത്തും, നമ്മുടെ കുടുംബത്തിൽ സന്തോഷങ്ങൾ. അള്ളാഹുവിന്റെ ഖുർആനിനെ നെഞ്ചോട് ചേർത്തിപ്പിടിക്കാനുള്ള മനസ്സാണ് നമുക്കാദ്യം വേണ്ടത്, നമുക്കാദ്യം വേണം. ആരാണ് ഉമർ? ആരാണ് ഉമർ? ചരിത്രത്തിൽ ഉമറിന്റെ ചരിത്രം കേട്ടിട്ട് മടുപ്പ് വന്ന ആരെങ്കിലും ഉണ്ടോ? ഉമറിനെ കുറിച്ച്, ഉമറിന്റെ ചരിത്രങ്ങളെ കുറിച്ച് കേൾക്കുമ്പോ നമുക്ക് ആവേശമാണ്, നമുക്ക് ഏറ്റവും വലിയ ആവേശമാണ് ഉമറിന്റെ ചരിത്രം. കേട്ടാലും കേട്ടാലും മതി വരുന്നില്ല ആ ഉമറിന്റെ ചരിത്രം. എന്തുകൊണ്ട് ഉമർ ചരിത്രത്തിൽ അറിയപ്പെട്ടു? എന്തുകൊണ്ട് ഉമർ ചരിത്രത്തിൽ അറിയപ്പെട്ടു? ഒരൊറ്റ കാരണമാണ് ഇതിനുള്ളത്. എന്താ അറിയോ? കാന വഖാഫൻ ഇൻദ കിതാബില്ലാഹ്, കാന വഖാഫൻ ഇൻദ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ ഓതി ആ ഖുർആനിന്റെ ആശയമനുസരിച്ച് ഉമറിനോട് എന്തെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഉമർ അവിടെ നിൽക്കും. ഖുർആൻ പറഞ്ഞാൽ ഉമറിന്റെ മുന്നിൽ ഖുർആൻ ഓതിയാൽ മതി. ഖുർആൻ, ആ ഖുർആനിന്റെ മുമ്പിൽ ഉമർ ഐസ് പോലെ അലിഞ്ഞു പോകും. അത്ര ഖുർആൻ അറിഞ്ഞവനാണ് ഉമർ, അത്ര ഖുർആൻ പഠിച്ചവനാണ് ഉമർ. ഇസ്ലാമിലേക്ക് കടന്നു വന്നത് തന്നെ ഖുർആനിന്റെ പാരായണം കേട്ടിട്ടാണ്. ഖുർആനിന്റെ പാരായണം കേട്ടിട്ടാണ് ഉമർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. പിന്നീട് മരിക്കുന്നത് വരെ ആ ഖുർആനിന്റെ താങ്ങിൽ, ആ ഖുർആനിന്റെ തണലിൽ ഉമർ ജീവിച്ചിരിക്കുമ്പോ, അതെ, പലപ്പോഴും ഉമർ സ്തബ്ധനായ ചില നിമിഷങ്ങളുണ്ട്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട നേരം പ്രവാചകന്റെ മരണം ഉൾക്കൊള്ളാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊരിപ്പിടിച്ച വാളുമായി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ വീടിന്റെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഉമറിനെ ആർക്കും സാന്ത്വനപ്പെടുത്താൻ കഴിയുന്നില്ല, ആർക്കും സമാധാനിപ്പിക്കാൻ കഴിയുന്നില്ല. മൂസാ നബി തൗറാത്ത് വാങ്ങാൻ പോയതുപോലെ എന്റെ റസൂല് അല്ലാഹുവിലേക്ക് പോയതാണ്, തിരിച്ചു വരും, മരിച്ചിട്ടില്ല എന്റെ റസൂൽ എന്ന് പറയുന്ന ഉമറിനെ സമാധാനിപ്പിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും വലിയ ഖുർആൻ അറിയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഓതിയിട്ടാണ്. എന്തേ ഉമറിനോട് അബൂബക്കർ പറഞ്ഞത്? മിമ്പറിലേക്ക് കയറി ഹംദും സ്വലാത്തും പറഞ്ഞ് ഉഹുദിന്റെ രണഭൂമിയിൽ പ്രവാചകൻ കൊല്ലപ്പെട്ടു എന്ന കിംവദന്തി വരുന്നപ്പോ ഹിജ്റയുടെ 3-ാം വർഷം ഇറങ്ങിയ ആയത്ത് ഹിജ്റയുടെ 11-ൽ ഓതിക്കൊടുക്കുകയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫ ഇമ്മാത ഔ ഖുതില ഖലബതും അലാ അഖാബികും വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈആ വസയജ്സില്ലാഹു ശാകിരീൻ. ഈ ആയത്തിറങ്ങിയത് ഉഹുദ് യുദ്ധത്തിന്റെ സമയത്താണ്. റസൂലുള്ള ഒരു കുഴിയിൽ വീണ് മുമ്പല്ല് പൊട്ടി റസൂല് മരിച്ചു എന്ന ഒരു വാർത്ത മുശ്രിക്കുകളും മുനാഫിക്കുകളും നാടുനീളെ പരത്തി മുസ്ലിമീങ്ങളെ ഛിന്ന ഭിന്നമാക്കി ആ യുദ്ധത്തിൽ നിന്ന് പരാജയപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞപ്പോ അള്ളാഹു അന്ന് ഇറക്കിക്കൊടുത്ത ആയത്താണ് ഈ ആയത്ത്. ഈ ആയത്താണ് മദീനത്തെ മസ്ജിദുൻ നബവിയുടെ മുറ്റത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടുമുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും റസൂലിന്റെ മരണം ഉൾക്കൊള്ളാൻ കഴിയാതെ നടക്കുന്ന ഉമറിനെ സാന്ത്വനപ്പെടുത്താൻ അബൂബക്കർ ഓതി കൊടുത്തത്. ആ ആയത്ത് കേട്ടപ്പോ ഉമർ ക്ലീൻ ബോൾഡ്, ഉമർ ഐസ് പോലെ അലിഞ്ഞുപോയി. കാന വഖാഫൻ ഇൻദ കിതാബില്ലാഹ്. അവരൊക്കെ ജീവിതത്തിൽ ടെൻഷനുകൾക്ക് പരിഹാരം തേടിയത്, അവരൊക്കെ ജീവിതത്തിൽ സന്തോഷങ്ങൾ കണ്ടെത്തിയത് അല്ലാഹുവിന്റെ ഖുർആനിനെ അറിഞ്ഞും അതിനെ കേട്ടും അതിനെ പഠിച്ചും അതിൽ പഠിക്കാൻ മാസങ്ങളോളം പ്രവാചകന്റെ മസ്ജിദുൻ നബവിയുടെ മുറ്റത്ത് അഹ്ലു സുബ്ബയായി പ്രവാചകന്റെ മസ്ജിദുൻ നബവിയുടെ മുറ്റത്ത് ടെന്റ് കെട്ടി കൂടുകെട്ടി അവിടെയൊക്കെ താമസിച്ചും പഠിച്ചവരായിരുന്നു അവർ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ്, ചരിത്രത്തിൽ ഇവരെയൊക്കെ വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? ഖുർആൻ ഓതുന്ന സമയത്ത് വീട് വളഞ്ഞ് കൊല ചെയ്യപ്പെട്ട ഷഹീദിന്റെ കൂട്ടത്തിലാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വീട്ടുതടങ്കലിലാണ് കൊല്ലുന്നത് എന്ന് ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. അതെ, ഉസ്മാനിന്റെ ശരീരത്തിലേക്ക് ആദ്യമായി ശത്രു ഒരായുധം പ്രയോഗിച്ചപ്പോ തുറന്നു വെക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബഖറയിലെ ഫസയക്ഫീകഹുമുല്ലാഹ് എന്ന വചനത്തിലാണ് ഉസ്മാനിന്റെ ശരീരത്തിലെ ആദ്യത്തെ രക്തത്തുള്ളി ആ ഖുർആനിലെ സൂക്തത്തിലാണ് പതിഞ്ഞത് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേ പ്രിയമുള്ളവരെ, മരണം വരെ ഖുർആനുമായി ഒരു പ്രത്യേകമായ ബന്ധം. അലി
ചെറുപ്പത്തിലെ ഇസ്ലാം സ്വീകരിച്ച ആളാണ്. നബി തങ്ങളോടൊപ്പം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ ഭാഗ്യം കിട്ടിയവനാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അവരൊക്കെ ഖുർആൻ ധാരാളമായി പഠിച്ചപ്പോ വലിയ വലിയ സ്ഥാനത്തേക്ക് എത്തി. അള്ളാഹു നമ്മളെയും ഉയർത്തും, അള്ളാഹു നമ്മളെയും ഉയർത്തും. അവരുടെ സ്മരണകൾ, അവരുടെ സൽകീർത്തികൾ ലോകത്ത് ബാക്കിയാക്കിയതുപോലെ നമ്മളെ കുറിച്ചും നമുക്ക് ശേഷം വരുന്നവർക്ക് പറയാൻ ബാക്കിയാക്കി പടച്ചതമ്പുരാൻ നന്മകൾ ഇവിടെ ബാക്കിയാക്കും. നമ്മൾ ഖുർആനിന്റെ തീരത്തേക്ക് വരണം, നമ്മൾ ഖുർആനിന്റെ ചാരത്തേക്ക് വരണം.